ഓക്കെ. അപ്പം തുപ്പിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 25, 26. 26. ഈ 26 വയസ്സില് ഒരുപാട് ലൈക്ക് ലൈഫില് ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ തുപ്പി ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഒരു ഫേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാലം ലൈക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ ഒരിക്കലും ലൈഫിൽ തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ദിവസം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനത്തെ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ ഫസ്റ്റ് ലവിന്റെ സമയത്ത് ആ ടൈം തന്നെയായിരുന്നു ലൈഫ് അങ്ങനെ തീരരുതെന്ന് ചിന്തിച്ച ടൈം. ആദ്യമായിട്ട് ഇതെന്താന്ന് അറിഞ്ഞ സമയം. ഈ പ്രണയം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അത്രയും കാലം ഉള്ളിലിരുന്ന് തീർന്നു, അങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു ഇതൊന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ലോകത്ത് സംഭവങ്ങളുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നപ്പം ഒരിക്കലും ഈ ദിവസം തീരല്ലേ, അല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും തീരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈക്ക് ഒറ്റപ്പെട്ട ഒരു ലൈഫിൽ പെട്ടെന്ന് ഒരാള് വന്നു, ലൈക്ക് കുറെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നു, പെട്ടെന്ന് ആള് ലൈഫിൽ നിന്ന് പോയി. അപ്പൊ ആ ഒരു ലൈക്ക് തുപ്പിയുടെ ആ ഒരു ലൈഫ് പിന്നെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് എന്നെല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ അങ്ങനത്തെ സാധനം എനിക്കില്ല. മനസ്സിലായി. എനിക്കിപ്പം അങ്ങനത്തെ വിഷമങ്ങളോ ഇതോ അങ്ങനത്തെ ഡിപ്രഷൻ അങ്ങനത്തെ സാധനങ്ങളില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്. മനസ്സിലായി. അപ്പം ഏരിയ അങ്ങോട്ട് എന്ത് വലിയ ഇത് വന്നാലും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങാറുകളും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്കങ്ങനെ അങ്ങനെ അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഒരിക്കലും അത്ര വലിയ ഹാർട്ട് ബ്രേക്സ് എനിക്ക് വന്നാലും എനിക്ക് ഒരിക്കലും അത് എന്നെ ബാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പം തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിന്റെ കാര്യം പറയുമ്പോൾ ഈഗിൾ ഗെയിമിങ്ങിന്റെ കാര്യം കൂടി പറയണം. ഇവര് സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയേണ്ടത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എന്റർടൈനർ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. ഗെയിമർ, പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും പല ഡാൻസ് കളി, പാട്ടുപാടല്, മറ്റേ പുറത്തു പോക്ക്, അയ്യാറിൽ അത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും. അങ്ങനെയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കിൽ